നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. തീപ്പെട്ടിക്കൂട് ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്ന മരം ഏത്? ചന്ദനമരം, മരുത്, ഷിംലോ, റെഡ്വുഡ്. തീപ്പെട്ടിക്കൂട് ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്ന മരമാണ് ഷിംലോ. ഏറ്റവും സെൻസിറ്റീവായ ഭാഗം ഏത്? കൺപോള, കഷം, നെറ്റി, കവിൾ. മനുഷ്യനിൽ ഏറ്റവും സെൻസിറ്റീവായ ഭാഗമാണ് നെറ്റി. ജോധ്പൂരിലെ കെട്ടിടങ്ങൾക്ക് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന നിറം ഏത്? ചുവപ്പ്, മഞ്ഞ, നീല, പച്ച. ജോധ്പൂരിലെ കെട്ടിടങ്ങൾക്ക് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന നിറം നീലയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പക്ഷി ഏത്? പ്രാവ്, കുയിൽ, പൊന്മാൻ, തത്ത. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷിയാണ് പ്രാവ്. ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ഏറ്റവും പണം ചെലവാക്കേണ്ടി വരുന്ന രാജ്യം ഏത്? നോർവേ, അമേരിക്ക, ചൈന, ഇന്ത്യ. നോർവേയുടെ ലൈസൻസിന് ചെലവ് കൂടുതലാണ്. അന്തരീക്ഷ താപനില ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സമയം? 6 മണി, 3 മണി, 2 മണി, 12 മണി. അന്തരീക്ഷ താപനില ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സമയം 2 മണിയാണ്. ദുഃഖം ബാധിക്കുന്ന അവയവം ഏത്? കരൾ, ഹൃദയം, തലച്ചോറ്, കണ്ണ്. മനുഷ്യനിൽ ദുഃഖം ബാധിക്കുന്ന അവയവമാണ് അവൻ്റെ ഹൃദയം. ഓർമ്മക്കുറവ് കുറയ്ക്കുന്ന പച്ചക്കറി ഏത്? തക്കാളി, മുരിങ്ങ, മുളക്, വഴുതനങ്ങ. ഓർമ്മക്കുറവ് കുറയ്ക്കാൻ സഹായിക്കുന്ന പച്ചക്കറിയാണ് മുളക്. ഏത് മൃഗത്തിൻ്റെ പാലിലാണ് ഏറ്റവും കൂടുതൽ നെയ്യ് അടങ്ങിയിരിക്കുന്നത്? എരുമ, ആട്, പശു, കഴുത. ഏറ്റവും കൂടുതൽ നെയ്യ് അടങ്ങിയിരിക്കുന്നത് കഴുതപ്പാലിലാണ്. കൊതുക് രക്തം കുടിക്കാനുള്ള കാരണം എന്ത്? ദാഹം, ചൂട്, തണുപ്പ്, പ്രത്യുൽപാദനം. കൊതുകുകൾ രക്തം കുടിക്കുവാനുള്ള കാരണം പ്രത്യുൽപാദനത്തിനു വേണ്ടിയാണ്. ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ ആകാശത്തിൻ്റെ നിറം എന്താണ്? ഓറഞ്ച്, നീല, മഞ്ഞ, കറുപ്പ്. ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ ആകാശത്തിൻ്റെ നിറം കറുപ്പായിരിക്കും. ഉറുമ്പുകൾ വരാതിരിക്കാൻ വെക്കേണ്ടത് എന്ത്? ഉലുവ, കറുവ, ഏലം, മഞ്ഞൾ. ഉറുമ്പുകൾ വരാതിരിക്കാൻ ഉത്തമമായത് കറുവപ്പട്ടയാണ്. പിങ്ക് പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ജീവി ഏതാണ്? യാക്ക്, പൊന്മാൻ, മയിൽ, പെൻഗ്വിൻ. ഏത് മൃഗത്തിൻ്റെ പാലാണ് പിങ്ക് നിറത്തിൽ കാണപ്പെടുന്നത്? യാക്കിൻ്റെയാണ്. എലിച്ചെള്ളുകൾ പരത്തുന്ന രോഗം ഏത്? ക്ഷയം, എലിപ്പനി, ആസ്മ, പ്ലേഗ്. എലിച്ചെള്ളുകൾ പരത്തുന്ന രോഗമാണ് പ്ലേഗ്. ബുദ്ധിമാന്റെ പഴം എന്ന് വിശേഷിപ്പിക്കുന്ന പഴം ഏത്? ചക്കപ്പഴം, വാഴപ്പഴം, മാതളനാരങ്ങ, ആപ്പിൾ. ബുദ്ധിമാന്റെ പഴം എന്ന് വിശേഷിപ്പിക്കുന്ന പഴം വാഴപ്പഴമാണ്. പ്രസിദ്ധമായ നീതി ചങ്ങല സ്ഥാപിച്ചത് ആര്? ജഹാംഗീർ, അക്ബർ, ബാബർ, ഷാജഹാൻ. നീതി ചങ്ങല സ്ഥാപിച്ചത് ജഹാംഗീർ ആയിരുന്നു. ഐസ്ക്രീം കോൺ എന്ന് വിശേഷിപ്പിക്കുന്ന ജീവി ഏത്? കണവ, കടലാമ, ഞണ്ട്, ചെമ്മീൻ. ഐസ്ക്രീം കോൺ എന്ന് വിശേഷിപ്പിക്കുന്ന ജീവിയാണ് കണവ. ക്യൂബയുടെ ദേശീയ മൃഗം ഏത്? സിംഹം, പാമ്പ്, കടുവ, മുതല.
ക്യൂബക്കാർ ദേശീയ മൃഗമായി തിരഞ്ഞെടുത്തത് മുതലയെയാണ്. ഏത് സംസ്ഥാനത്തിൻ്റെ ദേശീയ പക്ഷിയാണ് രാജഹംസം? ബീഹാർ, ഗുജറാത്ത്, പഞ്ചാബ്, ഒറീസ. ഗുജറാത്തിൻ്റെ ദേശീയ പക്ഷിയാണ് രാജഹംസം. സോയാബീൻ എണ്ണയിൽ നിന്ന് ഇന്ധനം ഉണ്ടാക്കുന്ന രാജ്യം ഏത്? അമേരിക്ക, ജപ്പാൻ, ചൈന, ഇന്ത്യ. സോയാബീൻ എണ്ണയിൽ നിന്ന് ഇന്ധനം ഉണ്ടാക്കുന്ന രാജ്യം അമേരിക്കയാണ്. കേരളത്തിലെ പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്ന ജില്ല? വയനാട്, കോട്ടയം, ഇടുക്കി, കൊല്ലം. കേരളത്തിലെ പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. ബംഗാൾ ഗ്രാം എന്നറിയപ്പെടുന്ന സസ്യം ഏത്? കടല, പയർ, സോയാബീൻ, ബീൻസ്. ബംഗാൾ ഗ്രാം എന്നറിയപ്പെടുന്ന സസ്യമാണ് കടല. ലോകത്തിൽ ആകമാനം എത്ര തരം തുമ്പികൾ കാണപ്പെടുന്നു? 6000, 7000, 5000, 1000. ലോകത്തിൽ ആകമാനം 5000 തരം തുമ്പികൾ ഉണ്ട്. പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പക്ഷി ഏത്? പ്രാവ്, പെൻഗ്വിൻ, തത്ത, യമു. പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പക്ഷി ഏത്? പ്രാവാണ് ശരിയായ ഉത്തരം. മേഘപ്പുലി ദേശീയ മൃഗമായിട്ടുള്ള സംസ്ഥാനം ഏത്? മേഘാലയ, മണിപ്പൂർ, സിക്കിം, ഗുജറാത്ത്. ഏത് സംസ്ഥാനത്തിൻ്റെ ദേശീയ മൃഗമാണ് മേഘപ്പുലി? മേഘാലയയുടെ. ലൈംഗിക ബന്ധത്തിനു ശേഷം ഇണയെ ഭക്ഷിക്കുന്ന പാമ്പ് ഏത്? അണലി, പെരുമ്പാമ്പ്, അനാക്കോണ്ട, മൂർഖൻ. ലൈംഗിക ബന്ധത്തിനു ശേഷം ഇണയെ ഭക്ഷിക്കുന്ന പാമ്പ് അനാക്കോണ്ടയാണ്. പൊതുവെ ശരീരഭാരം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ദിവസം? വെള്ളി, തിങ്കൾ, ശനി, ഞായർ. പൊതുവെ ശരീരഭാരം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് തിങ്കളാഴ്ചയാണ്. ഭക്ഷണമില്ലാതെ 3 മാസത്തിലധികം ജീവിക്കാൻ കഴിയുന്ന ജീവി? പാറ്റ, പഴുതാര, ഉറുമ്പ്, തേള്. ഭക്ഷണമില്ലാതെ 3 മാസത്തിലധികം ജീവിക്കാൻ കഴിയുന്ന ജീവി പാറ്റയാണ്. ഒരു സ്പൂൺ പുരുഷ ശുക്ലത്തിൽ എത്ര കലോറിയാണ് ഉള്ളത്? 9 കലോറി, 5 കലോറി, 30 കലോറി, 0 കലോറി. ഒരു സ്പൂൺ പുരുഷ ശുക്ലത്തിൽ 5 കലോറിയാണ് ഉള്ളത്. 62 ദിവസം ഗർഭകാലം ഉള്ള ജീവി ഏത്? പൂച്ച, സിംഹം, കുരങ്ങൻ, നായ. 62 ദിവസം ഗർഭകാലമുള്ള ജീവിയാണ് നായ. ഡേറ്റിംഗ് ആപ്പായി ആദ്യം തുടങ്ങിയ ആപ്പ് ഏത്? ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, വാട്സാപ്പ്, ഫേസ്ബുക്ക്. ഡേറ്റിംഗ് ആപ്പായി ആദ്യം തുടങ്ങിയ ആപ്പായിരുന്നു യൂട്യൂബ്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഉത്തമമായ പഴം ഏത്? ആപ്പിൾ, റംബൂട്ടാൻ, മാതള നാരങ്ങ, ഓറഞ്ച്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഉത്തമമായ പഴം മാതള നാരങ്ങയാണ്. യോനിക്കുള്ളിൽ പ്രവേശിക്കുന്ന ബീജം എത്ര ദിവസം യോനിക്കുള്ളിൽ നിൽക്കും? 1 ദിവസം, 36 ദിവസം, 3 ദിവസം, 13 ദിവസം. 3 ദിവസം വരെ നിൽക്കും. ടോയ്ലറ്റിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം? മലബന്ധം, ക്യാൻസർ, സ്ട്രോക്ക്, അൾസർ. ടോയ്ലറ്റിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് മലബന്ധം ഉണ്ടാവാൻ സാധ്യത ഏറെയാണ്. പുരുഷന്മാർക്ക് പൊതുവെ എങ്ങനെയുള്ള മാറിടമാണ് കൂടുതൽ ഇഷ്ടം? ചെറുത്, തൂങ്ങിയത്, വലുത്, ഇടത്തരം. ഇടത്തരം മാറിടമാണ് കൂടുതൽ താൽപ്പര്യം. സാഞ്ചിയിലെ പ്രസിദ്ധമായ സ്തൂപം പണിത ചക്രവർത്തി ആര്? ഔറംഗസീബ്, അക്ബർ, അശോകൻ, ഹുമയൂൺ. അശോകനാണ് ശരിയായ ഉത്തരം.
രാജ്യസഭയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് ആര്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഉപപ്രധാനമന്ത്രി? ഉപരാഷ്ട്രപതിയാണ്. യാത്രികർക്ക് പ്രിയപ്പെട്ട രാജ്യം എന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ, ഫ്രാൻസ്, ഓസ്ട്രിയ, റഷ്യ. യാത്രികർക്ക് ഇഷ്ടപ്പെട്ട രാജ്യം ഫ്രാൻസ് ആണ്. യൂറോപ്പിൻ്റെ യുദ്ധഭൂമി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? തുർക്കി, ബെൽജിയം, സ്വിറ്റ്സർലൻഡ്, സ്വീഡൻ. ബെൽജിയമാണ് ശരിയായ ഉത്തരം. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ഏത്? മുംബൈ, ഡൽഹി, ജയ്പൂർ, പൂന. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ജയ്പൂർ ആണ്. ഈച്ചയുടെ ശരാശരി ജീവിതകാലം എത്ര? 1 മാസം, 2 മാസം, 76 ദിവസം, 1 വർഷം. ഈച്ചയുടെ ശരാശരി ജീവിതകാലം 76 ദിവസമാണ്. പ്രേം നസീറിൻ്റെ സ്വദേശം എവിടെ? മണ്ണുത്തി, ചിറയൻകീഴ്, തൃശ്ശൂർ, രാമേശ്വരം. പ്രേം നസീറിൻ്റെ സ്വദേശം ചിറയൻകീഴാണ്. ഭാഷാഭൂഷണം എന്നത് ആരുടെ കൃതിയാണ്? MB അപ്പൻ, കോവിലൻ, ഉള്ളൂർ, AR രാജരാജവർമ്മ. ഭാഷാഭൂഷണം AR രാജരാജവർമ്മയുടെ കൃതിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉപദ്വീപ് ഏത്? ഇന്ത്യ, അറേബ്യ, ലക്ഷദ്വീപ്, ഫിലിപ്പീൻസ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉപദ്വീപ് അറേബ്യയാണ്. ശ്വാസകോശത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പ്രവഹിക്കുന്ന രക്തത്തിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നത് എന്ത്? കാർബൺ ഡയോക്സൈഡ്, ഓക്സിജൻ, നൈട്രജൻ, ജലം. ഓക്സിജനാണ്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഉടമ ആരായിരുന്നു? AJ ജോൺ, വക്കം അബ്ദുൾ ഖാദർ മൗലവി, A താണുപിള്ള, C കേശവൻ. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഉടമ C കേശവനായിരുന്നു. ഇന്ത്യക്ക് ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗത്വം ലഭിച്ചത് എന്ന്? 1942, 1943, 1945, 1946. 1945 ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇന്ത്യയുടെ എവിടെ സ്ഥിതി ചെയ്യുന്നു? മുംബൈ, കൽക്കട്ട, ബാംഗ്ലൂർ, ന്യൂഡൽഹി. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരമുള്ള ജില്ല ഏത്? കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്. യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരമുള്ള ജില്ല കാസർഗോഡാണ്. ലാൽ, ബാൽ, പാൽ കൂട്ടുകെട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മതവാദം, തീവ്രവാദം, യുക്തിവാദം, ഇവയൊന്നുമല്ല. തീവ്രവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൊങ്കൺ റെയിൽവേ കടന്നുപോകാത്ത സംസ്ഥാനം ഏത്? കർണാടക, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, ഗോവ. കൊങ്കൺ റെയിൽവേ കടന്നുപോകാത്ത സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിലെ ബാങ്കുകൾ ദേശസാൽക്കരിച്ച പ്രധാനമന്ത്രി ആര്? നരേന്ദ്രമോദി, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി. ഇന്ദിരാഗാന്ധിയായിരുന്നു. ജനാധിപത്യത്തിന് ജന്മം കൊടുത്ത രാജ്യമേത്? ഇന്ത്യ, ഗ്രീസ്, നേപ്പാൾ, ഈജിപ്ത്. ജനാധിപത്യത്തിന് ജന്മം കൊടുത്ത രാജ്യം ഗ്രീസാണ്. ഏറ്റവും കൂടുതൽ പ്രതിശീർഷ വരുമാനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? പഞ്ചാബ്, ഹരിയാന, മണിപ്പൂർ, ആസാം. ഏറ്റവും കൂടുതൽ പ്രതിശീർഷ വരുമാനമുള്ള ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണ്. കിസാൻ ഘട്ട് ആരുടെ സമാധിസ്ഥലമാണ്?
ചരൺ സിംഗിൻ്റെ, മൊറാർജി ദേശായിയുടെ, ഇന്ദിരാഗാന്ധിയുടെ, രാജീവ് ഗാന്ധിയുടെ? കിസാൻഗഡ് ചരൺ സിംഗിൻ്റെ സമാധി സ്ഥലമാണ്. അർജുന അവാർഡ് ഇന്ത്യയിൽ നടപ്പാക്കിയ വർഷം 1961, 1962, 1963, 1964. 1962 ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ ആര്? രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഗവർണർ, ഉപരാഷ്ട്രപതി? ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് എത്ര ശതമാനമാണ്? 60%, 95%, 65%, 99%? മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് 65%. കൊഹിമയുടെ പഴയ പേരെന്തായിരുന്നു? തിമോഗ, ദിമാപൂർ, കൊനോമ, ഹോൺബിൽ? തിമോഗ എന്നായിരുന്നു. നാഗാലാൻഡിൻ്റെ ഔദ്യോഗിക ഭാഷ ഏത്? മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു? നാഗാലാൻഡിലെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷായിരുന്നു. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്തുമത വിശ്വാസികളുള്ള സംസ്ഥാനം ഏത്? ഒഡീഷ, മഹാരാഷ്ട്ര, നാഗാലാൻഡ്, തമിഴ്നാട്? നാഗാലാൻഡിലാണ്. വളത്തിൻ്റെ പ്രതിശീർഷ ഉപയോഗത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത്? ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ബീഹാർ? പഞ്ചാബാണ് മുന്നിൽ നിൽക്കുന്നത്. കായിക ഇന്ത്യയുടെ മെക്ക എന്നറിയപ്പെടുന്നത്? പട്യാല, പൂനെ, ചെന്നൈ, കൊച്ചി? കായിക ഇന്ത്യയുടെ മെക്ക പട്യാലയാണ്. സോളാർ സിറ്റി എന്നറിയപ്പെടുന്ന നഗരമേത്? ജലന്ധർ, ലുധിയാന, കപൂർത്തല, അമൃത്സർ? സോളാർ സിറ്റി എന്നറിയപ്പെടുന്ന നഗരം അമൃത്സറാണ്. ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏത്? തമിഴ്നാട്, പഞ്ചാബ്, കേരളം, സിക്കിം? പഞ്ചാബാണ് ശരിയായ ഉത്തരം. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നിലവിൽ വന്ന വർഷം 1984, 1985, 1986, 1987? ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നിലവിൽ വന്നത് 1984. തെഹരി അണക്കെട്ട് നിർമ്മിക്കാൻ സഹായിച്ച വിദേശ രാജ്യമേത്? ചൈന, നേപ്പാൾ, റഷ്യ, ഭൂട്ടാൻ? തെഹരി അണക്കെട്ട് നിർമ്മിക്കാൻ സഹായിച്ച വിദേശ രാജ്യം റഷ്യയാണ്. ഉത്തരാഞ്ചൽ എന്ന പേര് മാറ്റി ഉത്തരാഖണ്ഡ് എന്ന പേരാക്കിയ വർഷം 2006, 2007, 2005, 2004? 2007 സുഖവാസ കേന്ദ്രങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത്? അളകനന്ദ, ബദ്രിനാഥ്, മസൂറി, ഋഷികേശ്? സുഖവാസ കേന്ദ്രങ്ങളുടെ രാജ്ഞി മസൂറിയാണ്. ദ്രോണരുടെ വാസസ്ഥലം എന്നറിയപ്പെടുന്നത്? ഉത്തരാഖണ്ഡ്, കേദാർനാഥ്, ചൗദര, ഡെറാഡൂൺ? ദ്രോണരുടെ വാസസ്ഥലം ഡെറാഡൂണാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത്? ആസാം, ഗോവ, സിക്കിം, ഹരിയാന? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം സിക്കിം ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന പ്രദേശം ഏത് സംസ്ഥാനത്തിലാണ്? മേഘാലയ, ആസാം, മണിപ്പൂർ, ത്രിപുര? മേഘാലയയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ഏത് നഗരത്തിലാണ് ഷെയർ ഹോം സ്ഥാപിക്കപ്പെട്ടത്? കൽക്കത്ത, മുംബൈ, അഹമ്മദാബാദ്, ബാംഗ്ലൂർ? കൽക്കത്തയിലാണ്.
റൺസ് ആൻഡ് റൂയിൻസ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര്? സുനിൽ ഗവാസ്കർ, ഗാന്ധിജി, നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്. റൺസ് ആൻഡ് റൂയിൻസിൻ്റെ കർത്താവ് സുനിൽ ഗവാസ്കറാണ്. ഇന്ത്യ ബഹിരാകാശ ഗവേഷണ യുഗത്തിലേക്ക് കടന്ന ദിനം എന്ന്? 1963 നവംബർ 21, 1962 ജനുവരി 2, 1961 നവംബർ 21 ശരിയായ ഉത്തരം. ഉത്തർപ്രദേശിലെ ഒരു പുണ്യ നഗരമേത്? കാഞ്ചി, മധുര, തിരുത്തണി, തക്ഷശില. ഉത്തർപ്രദേശിലെ പുണ്യനഗരം മധുരയാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള ഭൂപ്രദേശം ഏത്? തമിഴ്നാട്, ചിൽക്ക, കാശ്മീർ, സിംല. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള ഭൂപ്രദേശം തമിഴ്നാടാണ്. നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയകളെ വർദ്ധിപ്പിക്കാൻ കഴിക്കേണ്ട ഭക്ഷണം ഏത്? ഐസ്ക്രീം, സൂപ്പ്, തൈര്, സലാഡ്. തൈരാണ് നല്ലത്. പാരമ്പര്യമായി കണ്ണിനുണ്ടാകുന്ന അസുഖമേത്? ട്രാക്കോമ, ചെങ്കണ്ണ്, തിമിരം, ഹ്രസ്വദൃഷ്ടി. പാരമ്പര്യമായി കണ്ണിനുണ്ടാകുന്ന അസുഖം ഹ്രസ്വദൃഷ്ടിയാണ്. നെല്ല് എന്ന നോവലിൻ്റെ രചയിതാവാര്? സുഗതകുമാരി, നാലപ്പാട്ട് നാരായണ മേനോൻ, വത്സല, കല്യാണിയമ്മ. വത്സലയാണ്. സോഫ്റ്റ്വെയർ ബിസിനസ്സിലൂടെ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തി ആര്? ബെൽ ഗേറ്റ്സ്, ചാൾസ് ബാബേജ്, ലീനസ് പോളിംഗ്, റോസ് പിയർ. ബെൽ ഗേറ്റ്സ് ആണ് ശരിയായ ഉത്തരം. ആരോഗ്യവാനായ ഒരാളുടെ കരളിൻ്റെ തൂക്കം എത്ര? 1200, 1500 ഗ്രാം, 1300 ഗ്രാം, 1400 ഗ്രാം, 1000 ഗ്രാം. 1200 × 1500 ഗ്രാമാണ്. ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നതെന്ന്? ഏപ്രിൽ 7, മെയ് 3, മാർച്ച് 6, ഡിസംബർ 8. ഏപ്രിൽ 7 ശരിയായ ഉത്തരം. ലോകത്തിൽ ആദ്യമായി അച്ചടി നിലവിൽ വന്ന രാജ്യമേത്? അമേരിക്ക, ഇംഗ്ലണ്ട്, യൂറോപ്പ്, റഷ്യ. ലോകത്തിൽ ആദ്യമായി അച്ചടി നിലവിൽ വന്ന വർഷം യൂറോപ്പാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെയധികം കൂടി നിൽക്കുന്ന അവസ്ഥയെ വിളിക്കുന്ന പേര്? ഹൈപ്പോഗ്ലൈസീമിയ, ഡയബറ്റിക് കിറ്റോസിസ്, ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പോസെക്ലീൻ. ഡയബറ്റിക് കിറ്റോസിസ് ആണ് ശരിയായ ഉത്തരം. സിന്ധു നദീതട സംസ്കാരത്തെ ജനങ്ങളുടെ പ്രധാന വിനോദം എന്തായിരുന്നു? നൃത്തം, സംഗീതം, പകിടകളി, ഇവയെല്ലാം ആയിരുന്നു. കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? സത്ലജ്, ഗംഗ, ബ്രഹ്മഗിരി, പെരിയാർ. കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനം ബ്രഹ്മഗിരിയാണ്. ഒരു ഏഷ്യൻ രാജ്യത്തിൻ്റെ അതിർത്തി 11 വിദേശ രാജ്യങ്ങളുമായി തൊട്ടുകിടക്കുന്നു. ഏതാണ് ആ രാജ്യം? ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബർമ്മ. ചൈനയാണ് ആ രാജ്യം. രാജസ്ഥാനിലെ ഗോത്രി ഖനികളിൽ ഏതു ധാതുവാണ് ഖനനം ചെയ്യുന്നത്? ചെമ്പ്, ഇരുമ്പ്, വെള്ളി, നിക്കൽ. ചെമ്പാണ്. ഏഷ്യയിൽ മികച്ച സിനിമാ സംവിധായകനുള്ള സുവർണ മയൂരം ആദ്യമായി നേടിയ മലയാളി ആര്? ജയരാജ്, മനോജ് ശ്യാമളൻ, പ്രിയദർശൻ, ഷാജി കരുൺ. ജയരാജാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏത്? ബാങ്ക്, റെയിൽവേ, പോസ്റ്റ് ഓഫീസ്, ഗതാഗതം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം റെയിൽവേ ആണ്. സംസ്ഥാന ഗവർണർമാരുടെ ഔദ്യോഗിക കാലാവധി എത്ര കാലമാണ്? 3 വർഷം, 5, 6 വർഷം, 7 വർഷം. 5 വർഷമാണ്. സിംഗപ്പൂർ റിപ്പബ്ലിക്കിൻ്റെ കേരളീയനായ മുൻ പ്രസിഡന്റ് ആര്? പ്രദീപ് കുമാർ, ദേവൻ നായർ, തോമസ് എബ്രഹാം, ശശി തരൂർ. ദേവൻ നായറാണ് ശരിയായ ഉത്തരം. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം എത്ര? 5, 6, 7, 8.
5 ദേശീയോദ്യാനങ്ങളാണ്. മലബാർ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന പ്രദേശമേത്? കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്. കോഴിക്കോടാണ്. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥാപിച്ച വർഷമേത്? 1934, 1935, 1936, 1937. 1934 ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് ആര്? ഉള്ളൂർ, ചങ്ങമ്പുഴ, ഇടശ്ശേരി, കുമാരനാശാൻ. കുമാരനാശാനായിരുന്നു. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്? കൃഷ്ണപിള്ള, തകഴി, എം മുകുന്ദൻ, ഉള്ളൂർ. മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദനാണ്. ചന്ദ്രനിലെ പാറകളിൽ കാണപ്പെടുന്ന ലോഹമേത്? ടൈറ്റനിയം, സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ്. ടൈറ്റനിയം ധാരാളമായി കാണപ്പെടുന്നു. കിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത്? ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ, മെർക്കുറി. കിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറിയെയാണ്. ആണവ വികിരണങ്ങളെ വലിച്ചെടുക്കാൻ കഴിവുള്ള സസ്യമേത്? സൂര്യകാന്തി, തുളസി, ചെത്തി, മുക്കുറ്റി. ആണവ വികിരണങ്ങളെ വലിച്ചെടുക്കാൻ കഴിവുള്ള സസ്യം സൂര്യകാന്തിയാണ്. ആർസനിക് സൾഫൈഡ് എന്നത് എന്താണ്? എലിവിഷം, പാറ്റാവിഷം, തുരിമ്പ് ഇവയൊന്നുമല്ല. എലിവിഷത്തിനെയാണ് ആർസനിക് സൾഫൈഡ് എന്ന് പറയുന്നത്. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏത്? തെയിൻ, എഥിലീൻ, കഫീൻ, മോർഫിൻ. തെയിൻ ആണ് തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏത്? ചെമ്മണ്ണ്, എക്കൽമണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, കരിമണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് എക്കൽമണ്ണാണ്. വായുവിൽ കൂടി പകരാത്ത രോഗമേത്? കോളറ, ക്ഷയം, ചിക്കൻ പോക്സ്, ആന്ത്രാക്സ്. ചിക്കൻ പോക്സ് ആണ് വായുവിൽ കൂടി പകരാത്ത രോഗം. മാംസ്യ സംരംഭകർ എന്നറിയപ്പെടുന്ന സസ്യവർഗം ഏത്? ധാന്യവർഗം, പഴവർഗം, പയറുവർഗം, കിഴങ്ങുവർഗം. പയറുവർഗമാണ്. ഡയാലിസിസിന് വിധേയരാകുന്ന BPL രോഗികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി ഏത്? സ്മൈൽ, ആശ്വാസകിരണം, നിറവ്, സമശ്വാസ പദ്ധതി. സമശ്വാസ പദ്ധതിയാണ്. പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതാണ്? തപ്പും ചെണ്ടയും, മിഴാവും മദ്ദളവും, കുഴലും ചെണ്ടയും, മൃദംഗവും തപ്പും. തപ്പും ചെണ്ടയുമാണ് ഉപയോഗിക്കുന്നത്. താരാപ്പൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര. താരാപ്പൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം എത്ര? 140, 143, 141, 149. കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം 141. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏത്? കബനി, പെരിയാർ, മഞ്ചേശ്വരം, നെയ്യാർ. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാറാണ്. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏത്? വയനാട്, ചിറ്റൂർ, വിഴിഞ്ഞം, മുഴുപ്പിലങ്ങാട്. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം വിഴിഞ്ഞമാണ്.
പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2013, 2012, 2011, 2009. 2012 ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടന്ന രാജ്യം ഏത്? ഉഗാണ്ട, വെനസ്വല, പോളണ്ട്, ഇംഗ്ലണ്ട്. ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടന്ന രാജ്യം വെനസ്വലയാണ്. ഏറ്റവും ആഴത്തിലേക്ക് മുങ്ങാൻ കഴിവുള്ള പക്ഷി ഏത്? കൊക്ക്, പ്രാവ്, പെൻഗ്വിൻ, മരംകൊത്തി. ഏറ്റവും ആഴത്തിലേക്ക് മുങ്ങാൻ കഴിവുള്ള പക്ഷി പെൻഗ്വിനാണ്. ഇലവങ്കം എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏത്? മഞ്ഞൾ, ഇഞ്ചി, ഏലം, കറുവപ്പട്ട. ഇലവങ്കം എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനമാണ് കറുവപ്പട്ട. ഉഴുന്നിൻ്റെ ജന്മദേശം ഏത്? ഇന്ത്യ, ജപ്പാൻ, അമേരിക്ക, ചൈന. ദോശമാവിൽ അരയ്ക്കുന്ന ഉഴുന്നിൻ്റെ ജന്മദേശം ഇന്ത്യയിലാണ്. സംഘകാല കൃതികൾ ഒലിച്ചുപോയ നദി ഏത്? ബ്രഹ്മപുത്ര, യമുന, വൈഗ, ഗംഗ. സംഘകാല കൃതികൾ ഒലിച്ചുപോയെന്നു പറയപ്പെടുന്ന നദി വൈഗയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കായിക മ്യൂസിയം സ്ഥാപിതമായത് എവിടെ? ഭുവനേശ്വർ, പാട്യാല, പൂനെ, ഗോവ. ഇന്ത്യയിലെ ആദ്യത്തെ കായിക മ്യൂസിയം സ്ഥാപിതമായത് പാട്യാലയിലാണ്. ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത്, കേരളം. ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ബ്ലാക്ക് ബോർഡ് ട്രീ എന്നറിയപ്പെടുന്ന മരം ഏത്? തേക്ക്, പ്ലാവ്, ഏഴിലംപാല, മുരുക്ക്. ബ്ലാക്ക് ബോർഡ് ട്രീ എന്നറിയപ്പെടുന്ന മരമാണ് ഏഴിലംപാല. ശരീരത്തിൻ്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി ഏത്? എമു, ഒട്ടകപ്പക്ഷി, കോഴി, കിവി. കിവിയാണ് ശരിയായ ഉത്തരം. പുരാവസ്തുശാസ്ത്രത്തിൽ അക്ഷരമാല എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? മൺപാത്രം, പുസ്തകം, പ്രതിമ, നാണയം. നിങ്ങൾക്കറിയാവുന്ന ശരിയായ ഉത്തരം കമൻറ്റ് ചെയ്യുക. ദിവസേനയുള്ള ലൈംഗിക ബന്ധം സ്ത്രീകളുടെ സ്തനങ്ങളിൽ വരുത്തുന്ന മാറ്റം. വലുതാകുന്നു, തൂങ്ങി വരുന്നു, ചെറുതാകുന്നു, ഉരുണ്ടുവരുന്നു. ദിവസേനയുള്ള ലൈംഗിക ബന്ധം സ്ത്രീകളുടെ സ്തനങ്ങൾ വലുതാക്കുന്നു.